You, the graduating class, began in a difficult period during the COVID season. ഇന്ന് ബിരുദം ധരിച്ച് ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന സഹോദരങ്ങളെ, കോവിഡിൻ്റെ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിലാണ് നിങ്ങളുടെ പഠനങ്ങൾ ആരംഭിക്കപ്പെട്ടത്. The gospel flourishes during difficult times. നാം ഒരു മനസ്സിലാക്കണം, പ്രതിസന്ധി നിറഞ്ഞ പ്രതികൂലം നിറഞ്ഞ സാഹചര്യങ്ങളിലാണ് സുവിശേഷം എന്നും അഭിവൃദ്ധി പ്രാപിച്ചിട്ടുള്ളത്. The message of Jesus Christ prospers and flourishes during adverse circumstances. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ദൈവരാജ്യത്തിന്റെ പ്രചാരണം ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് നടന്നത് പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ. And you are a unique class. ഞാൻ പറയട്ടെ, നിങ്ങൾ വളരെ നിഷ്ഠുലമാർന്ന ഒരു ബാച്ചാണ്. And as you heard from God's servant, there is the empowerment of the Holy Spirit available to you. കർത്താവിന്റെ ദാസനിലൂടെ നാം കേട്ട സന്ദേശത്തിൽ നാം കേട്ടല്ലോ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ലഭ്യമാണ്. As you ask, as you seek, you will be filled and you will be given all the resources of the triune God. കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരുന്ന് അവനോട് യാചിക്കുമെങ്കിൽ ത്രിയേക ദൈവത്തിന്റെ എല്ലാവിധമായ നന്മകളാലും അനുഗ്രഹങ്ങളാലും അവൻ നിങ്ങളെ നിറയ്ക്കും. As you graduate today from India Bible College and Seminary, I charge you to make it your top priority and focus on life to cultivate an intimate relationship with Jesus Christ our Lord. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവുമായിട്ട് വളരെ അഭേദ്യമായ അടിസ്ഥാനപരമായ ഒരു ബന്ധം നിങ്ങൾ വളർത്തിയെടുക്കുവാൻ ഇന്ന് പകലിൽ ബിരുദം പ്രാപിച്ച് ഇവിടുന്ന് പുറത്തിറങ്ങുന്ന സഹോദരി സഹോദരന്മാരെ കർത്താവിന്റെ ആത്മാവിൽ ഞാൻ നിയോഗം നൽകുകയാണ്. Jesus Christ our risen Lord has raised you to a new life. So therefore remember that Christ has called you to proclaim him with boldness and clarity. ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്തിയത് നമ്മുടെ കർത്താവാണ്. യേശുക്രിസ്തുവിന്റെ സന്ദേശം വ്യക്തതയോടും ധൈര്യത്തോടും കൂടി പ്രസംഗിക്കപ്പെടുവാൻ നിങ്ങൾ മുഖാന്തരം ഇടയാകട്ടെ. Therefore fix and focus on Jesus Christ and on the things above. യേശുക്രിസ്തുവിലും അപ്പോൾ തന്നെ ഉയരത്തിലുള്ള കാര്യങ്ങളിലും നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും കേന്ദ്രീകരിച്ചിരിപ്പാനും ദൈവം ഇടയാക്കട്ടെ. As you go, teach others to set their minds on things above. നിങ്ങൾ പുറത്തുപോയി മറ്റുള്ളവരെ ഉപദേശിക്കേണ്ടത് ഇപ്രകാരമാണ്: അവരുടെ ചിന്തകൾ, അവരുടെ ആഗ്രഹങ്ങൾ എപ്പോഴും ഉയരത്തിലേക്കാകണം. Remember, Jesus Christ is seated at the right hand of God the Father. പിതാവാം ദൈവത്തിന്റെ വലഭാഗത്തിരിക്കുന്നവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. Remember, through Christ's resurrection, you also are seated at the right hand of God the Father. യേശു കർത്താവിന്റെ പുനരുത്ഥാനത്തിലൂടെ നിങ്ങൾ ഓരോരുത്തരും കർത്താവിന്റെ വലഭാഗത്ത് ഇരിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ്. I want you to remember that the risen Christ has given gifts of leadership to the church. സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും അനുഗ്രഹമായ ഒരു ദാനമാണ് നേതൃത്വത്തിന്റെ വരം എന്നുള്ളത്. He has given apostles, prophets, evangelists, pastors and teachers. അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, ഇടയന്മാരെ, അതുപോലെ സുവിശേഷകന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ കർത്താവ് നൽകി. These are the fivefold leadership gifts given to the body of Christ. യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് ദൈവം നൽകിയ 5 വിധത്തിലുള്ള അനുഗ്രഹ നേതൃത്വ ഗുണങ്ങളാണിത്. I pray that God will broaden your understanding of how to operate in these gifts and use it as Christ uses you for his glory. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ വരങ്ങളുടെ വ്യത്യസ്തമായ അതിന്റെ ഉപയോഗങ്ങളെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന നിയോഗമനുസരിച്ച് പ്രാവർത്തികമാക്കുവാൻ കർത്താവ് നിങ്ങളുടെ മേൽ കൃപ ചൊരിയട്ടെ. Do not be deceived, do not be fooled by those who say that you can do the work of Christ without the power of the Holy Spirit. നിങ്ങൾ ഒരിക്കലും ചതിക്കപ്പെടരുത്, ഒരിക്കലും ഭോഷന്മാരായി മാറരുത്. യേശുക്രിസ്തുവിന്റെ ശക്തി കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. Remember what happened to the nation of Israel. ഇസ്രായേലിന് സംഭവിച്ച കാര്യങ്ങളെ നമ്മൾ ഓർത്തിരിക്കണം. Remember what the Philistines did to the Israelites. ഫിലിസ്തീയ ശക്തികൾ വന്ന് ഇസ്രായേലിനോട് ചെയ്ത കാര്യം നാം എപ്പോഴും ഓർമ്മയിൽ വെക്കണം. Remember how they removed the blacksmiths from the nation of Israel, so the blacksmiths could not produce weapons for the soldiers of Israel. ഇസ്രായേൽ രാജ്യത്തിലേക്ക് വന്ന അവിടുത്തെ പടയാളികൾക്ക് ആവശ്യമായ ആയുധങ്ങളെ രൂപപ്പെടുത്തിക്കൊണ്ടിരുന്ന അന്നത്തെ കൊല്ലന്മാരെ അത് രൂപപ്പെടുത്തി പണിതെടുത്തുകൊണ്ടിരുന്നവരെ എല്ലാം ഫിലിസ്തീയ ശക്തികൾ മാറ്റിക്കളഞ്ഞു. God the Holy Spirit has given you the empowerment and the power, so go in the might of the power of the Holy Spirit. പരിശുദ്ധാത്മാവാം ദൈവം നിങ്ങളെ തന്റെ ആത്മാവിനാൽ ശക്തീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ശക്തിയോടെ നിങ്ങൾ പുറപ്പെട്ടു പോകുക. Realize the Christian work is a supernatural work
and you cannot do it with your natural ability. You need the supernatural anointing and the ability that comes from the blessed Holy Spirit. എപ്പോഴും ഓർത്തിരിക്കണം, ക്രിസ്തീയ ശുശ്രൂഷ എന്നുള്ളത് ഒരു സാധാരണ സ്വാഭാവികമായ പ്രവർത്തനമല്ല. ഇതൊരു അസ്വാഭാവികത നിറഞ്ഞ, അസാധാരണത നിറഞ്ഞ ഒരു ശുശ്രൂഷയാണ്. അത് ദൈവത്തിന്റെ കൃപ കൂടാതെ ഒരിക്കലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയില്ല. I pray that you will pray constantly for humility and availability so that Christ can use you. നിങ്ങൾ എല്ലായ്പ്പോഴും ദൈവസന്നിധിയിൽ, കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയോടെ ആയിരിക്കുക. അവന്റെ മുൻപിൽ എപ്പോഴും നിങ്ങളെ തന്നെ ലഭ്യമാക്കുക. അങ്ങനെയാണെങ്കിൽ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. I charge you to use your time, use your talents, use the finances and the treasure that God gives to you to plant churches in new places. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന സമയങ്ങളെ, കഴിവുകളെ, ദൈവം തന്നിരിക്കുന്ന സാമ്പത്തിക വിഭവങ്ങളെ പുതിയ സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിക്കുവാൻ നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ഈ സമയത്ത് നിങ്ങളുടെ മേൽ ആ നിയോഗം ഞാൻ പകരുകയാണ്. The supreme task of the church is to win others and evangelize the world. സഭയുടെ പരമപ്രധാനമായ ലക്ഷ്യം, ദൗത്യം എന്ന് പറയുന്നത് ആത്മാക്കളെ നേടുക, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. And the best way to win others is to start new churches in new places. മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ഏറ്റവും ഉദാത്തമായ മാർഗം പുതിയ സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിക്കുക And എന്നുള്ളതാണ്. the best way to make disciples is to start new churches. ശിഷ്യന്മാരെ വാർത്തെടുക്കുവാനും ഏറ്റവും ഉദാത്തമായ മാതൃക എന്ന് പറയുന്നത് പുതിയ സഭകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. So I charge you to go share the good news and plant churches in new places. അതുകൊണ്ട് ഇന്ന് പകലിൽ പുതിയ സ്ഥലങ്ങളിൽ പോയി പുതിയ സഭകൾ സ്ഥാപിക്കുവാൻ ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുകയാണ്. Our goal remains that we plant a dynamic, spirit-filled church in every postal code of this nation and wherever God sends you beyond this nation. നമ്മുടെ പ്രഖ്യാപിത ദൗത്യ ലക്ഷ്യവും അതുതന്നെയാണ്. ഈ രാജ്യത്തിന്റെ എല്ലാ പോസ്റ്റൽ കോഡുകളിലും പുതിയ സഭകൾ സ്ഥാപിക്കുക മാത്രമല്ല, രാജ്യത്തിന് പുറത്തും ദൈവം നിങ്ങളെ എവിടെയെല്ലാം അയക്കുന്നു അവിടെ പുതിയ സഭകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. Remember to not only share but teach others, especially young people, young children, the importance of sharing their faith with others. സുവിശേഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, വളർന്നു വരുന്ന ചെറിയ ബാല്യക്കാരായവരെയും ചെറുപ്പക്കാരായവരെയും സുവിശേഷം പങ്കുവെക്കേണ്ടതിന്റെ ആവശ്യകത അവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതും ആവശ്യമാണ്. So make that your top priority. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ മുൻഗണനയായി മാറട്ടെ. I suggest that you focus on teaching children from the age of 5 the importance of sharing their faith with their friends and whoever the Lord will bring their way. നിങ്ങളുടെ കയ്യിൽ ലഭ്യമാവുന്ന കുഞ്ഞുങ്ങളെ അവരുടെ 5-ാം വയസ്സ് മുതൽ നിങ്ങൾ സുവിശേഷം പങ്കുവെക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് അവരുടെ സ്നേഹിതരുമായിട്ടും അവരിടപഴകുന്നവരുമായിട്ട് സുവിശേഷം പങ്കുവെക്കേണ്ട ആവശ്യകത അവരെ പറഞ്ഞു മനസ്സിലാക്കും. Raise up effective Sunday school teachers in your ministry. നിങ്ങളുടെ ശുശ്രൂഷയിൽ വളരെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്ന സൺഡേ സ്കൂൾ അധ്യാപകരെ നിങ്ങൾ വളർത്തിയെടുക്കണം. Remember, you are a steward of your calling and your gifts. നിങ്ങളുടെ വിളിയുടെ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയത്തിന്റെ വിഭവങ്ങളുടെ ഒരു നല്ല കാര്യവിചാരകനാണ് നിങ്ങൾ. So live as a faithful steward. Be a wise manager of all that God has entrusted to you. ദൈവം നിങ്ങളുടെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാറ്റിന്റെയും ഒരു നല്ല മാനേജറായി, നല്ല കാര്യവിചാരകനായി, വിശ്വസ്ത കാര്യവിചാരകനായി നിങ്ങൾ മാറണം. Guard the doctrine that you have been taught in this institution through the word of God. ഈ സ്ഥാപനത്തിൽ ദൈവവചനം മുഖാന്തരം കൂടെ നിങ്ങൾ പഠിക്കപ്പെട്ട ദൈവിക ഉപദേശങ്ങൾ അത് നിങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. Guard your life in Jesus Christ. യേശുക്രിസ്തുവിലൂടെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. Guard your life from all the distractions that will affect adversely your calling. നിങ്ങളുടെ വിളിയെ തെറ്റിച്ചു കളയുന്ന, വ്യതിചലിപ്പിച്ചു കളയുന്ന എല്ലാ തരത്തിലുമുള്ള പ്രലോഭനങ്ങളെ നിങ്ങൾ സൂക്ഷിച്ച് ഒഴിഞ്ഞിരിക്കണം. Always ask for wisdom from God. ദൈവത്തിൽ നിന്ന് എപ്പോഴും അവന്റെ ജ്ഞാനത്തിനു വേണ്ടി അപേക്ഷിക്കണം. Ask him to make you to be faithful in all things. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വിശ്വസ്തരായിരിക്കാൻ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കണം. Seek always to please Jesus Christ. യേശുക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് മാത്രമാകട്ടെ നിങ്ങളുടെ ലക്ഷ്യം. Trust him to establish what he has entrusted in your hands. നിങ്ങളുടെ കരങ്ങളിൽ ദൈവം പരമേൽപ്പിച്ചതിനെ സ്ഥാപിക്കുവാൻ, പൂർണ്ണമായി ഉറപ്പിച്ചെടുക്കുവാൻ എല്ലായ്പ്പോഴും അവനിൽ ആശ്രയിക്കുക. I charge you on the authority of God's word, go make
disciples for Jesus Christ. ദൈവവചനത്തിന്റെ അധികാരത്തിൽ ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു, പുറപ്പെട്ടു പോയി ശിഷ്യന്മാരെ വാർത്തെടുക്കുക. Go forth from this place with confidence and joy. ആത്മവിശ്വാസത്തോടെ തികഞ്ഞ സന്തോഷത്തോടെ ഈ സ്ഥലത്ത് നിന്ന് പുറപ്പെടുക. No, Jesus Christ, our risen Savior and Lord, has already established you to be effective, to be successful, to be prosperous, and to do great and mighty exploits for Jesus Christ. നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കണം, നിങ്ങൾക്ക് കർത്താവ് ഇപ്പോൾ തന്നെ നിങ്ങളെ സജ്ജരാക്കിയിരിക്കുകയാണ് ശക്തമായ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ, വിജയപ്രദമായി പ്രവർത്തിക്കുവാനായിട്ട് കർത്താവ് നിങ്ങളെ സജ്ജരാക്കി കഴിഞ്ഞിരിക്കുകയാണ്. The resurrection power of Jesus Christ is available to you. പുനരുത്ഥാനത്തിന്റെ ശക്തി, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി നിങ്ങൾക്ക് ഇപ്പോഴേ ലഭ്യമാണ്. So I charge you to go make disciples. അതുകൊണ്ട് ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു, Now would you stand for the commissioning prayer? ദയവായി നിങ്ങളുടെ സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ഈ സമയത്ത് നിയോഗ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി ഞാൻ നടത്തുന്നതാണ്. I request all the pastors and the servants of God that are here, would you stand please and stretch your hand towards them? ഈ സദസ്സിലായിരിക്കുന്ന എല്ലാ ദൈവിക ശുശ്രൂഷക്കാരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ വലങ്കരങ്ങളെ ഈ ബിരുദധാരികൾക്ക് നേരെ നീട്ടി ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരണമേ. Parents, family, friends that have come to celebrate this day, would you stretch your hand towards these graduates as they go out into the world to proclaim the good news of Jesus Christ? ഈ ശുശ്രൂഷയിൽ ഇന്ന് പകലിൽ സംബന്ധിക്കുന്ന എല്ലാ അഭ്യുദയകാംക്ഷികളും മാതാപിതാക്കളും സഹോദരങ്ങളും നിങ്ങളുടെ വലത് കരങ്ങളെ ബിരുദം പ്രാപിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ഈ ദൈവദാസന്മാർക്ക് നേരെ നീട്ടി ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരണമേ. This is the commencement of a long journey. വളരെ സുദീർഘമായ ഒരു യാത്രയുടെ തുടക്കമാണ് ഇന്ന് പകലിൽ. So let us pray as they take their first step. After they leave this place, it'll be filled, gripped, and guided by the blessed Holy Spirit. ഇന്ന് പകൽക്കാലം ഇവിടെ നിന്ന് അവരുടെ ആദ്യത്തെ ചുവടവരെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കരങ്ങളാൽ അവർ പിടിക്കപ്പെട്ടവരായി പുറത്തേക്ക് ഇറങ്ങുവാനിടയാകട്ടെ. Let us pray. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. Father, we thank you for the blessed privilege that we have to witness what you have done in the lives of these graduates. ഈ ഗ്രാജുവേറ്റ്സിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാൻ ദൈവം ചെയ്ത അവസരത്തിനായി നന്ദി കർത്താവേ. Thank you, Lord, for sustaining them through a difficult period in their life. അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോഴും നീ അവരെ നിലനിർത്തിയതിനാൽ നന്ദി. Thank you for sustaining all of us and especially this institution during the COVID season. കഴിഞ്ഞുപോയ പ്രതിസന്ധിയുടെ കോവിഡ് കാലഘട്ടത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും വിശേഷാൽ ഈ സ്ഥാപനത്തെയും അങ്ങയുടെ കരങ്ങളിൽ അവിടുന്ന് ഭദ്രമായി നിലനിർത്തിയതിനാൽ നന്ദി. Thank you, Lord, for enabling us to continue the ministry of training even during the COVID season, although it was done virtually. കർത്താവേ, ഓൺലൈനായിട്ട് ഈ ശുശ്രൂഷകൾ നടത്തപ്പെടേണ്ടി വന്നെങ്കിലും കോവിഡ് കാലത്തിലും തടസ്സമില്ലാതെ കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്ന ശുശ്രൂഷ നടത്തുവാൻ കർത്താവ് കൃപ ചെയ്തതിനാൽ നന്ദി പറയുന്നു. Lord, we realize there were many deficiencies and lack of things that we were not able to do what we could do in person. കർത്താവേ, വ്യക്തിപരമായിട്ട് പല പരാധീനതകൾ ഉണ്ടായിരുന്നെങ്കിൽ പരിമിതികൾ ഉണ്ടായിരുന്നെങ്കിലും കർത്താവിന്റെ മധ്യത്തിലെല്ലാം അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനാൽ നന്ദി. But Lord, we thank you because you're a God who comes and meets it at our point of weakness and will supply all that we lack in our life. ഞങ്ങളുടെ ജീവിതത്തിന്റെ ബലഹീനതകളുടെ നടുവിൽ പരിമിതികളുടെ നടുവിൽ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് നിറവേറ്റിയതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. Thank you for sustaining us and sustaining these graduates to successfully complete all their assignments. അവരുടെ ജീവിതത്തിൽ അവർക്ക് നൽകപ്പെട്ട എല്ലാ നിയോഗങ്ങളെയും തക്ക സമയത്ത് വിജയകരമായി പൂർത്തീകരിപ്പാൻ ഈ സഹോദരങ്ങളെ ദൈവം ഒരുക്കിയതിനാൽ നന്ദി പറയുന്നു. Father, we ask that you would continue to bless them and guide them. കർത്താവേ, തുടർന്നും അവരെ അനുഗ്രഹിക്കണമേ, അവരെ നയിക്കണമേ. Father, for those who were not able to complete their assignments, I pray that you would encourage them to press on and to persist and to finish what has been assigned to them. ഏൽപ്പിക്കപ്പെട്ടിരുന്ന നിയോഗങ്ങളെ പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന പ്രിയമുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുൻപോട്ട് ആഞ്ഞുകൊണ്ട് അവർ കേൾപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ തക്ക സമയത്ത് പൂർത്തീകരിക്കുവാൻ നിന്റെ കൃപ അവരുടെ മേൽ പകരണമേ. Father, I pray that you would indelibly etch in the hearts and the minds of these graduates that the focus of their life needs to be Christ, that the task that is assigned to them to be done faithfully, and that you will help them
to finish the task successfully. യേശു ക്രിസ്തു എന്ന യാഥാർത്ഥ്യ വ്യക്തിത്വം അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുവാൻ, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ അവരെ സ്ഥിരതയോടെ നിൽക്കുവാൻ കർത്താവിന്റെ കൃപ ഈ പ്രിയമുള്ളവരുടെ മേൽ അവിടുന്ന് പകരണമേ. May they not be enticed, may they not be distracted by anything that is not of you. അങ്ങയിൽ നിന്നല്ലാത്ത ഒരു കാര്യത്തിലും അവരുടെ ശ്രദ്ധ വ്യതിചലിക്കപ്പെടുവാൻ അങ്ങ് അനുവദിക്കരുത്. I pray that you protect their mind. അവരുടെ മനസ്സിനെ കർത്താവേ സൂക്ഷിക്കണമേ. I pray that you would protect their affection and their heart. അവരുടെ ഹൃദയത്തെയും അവരുടെ അഭിലാഷങ്ങളെയും അവിടുന്ന് സൂക്ഷിക്കണമേ. I pray that their wills will be surrendered to the ultimate will of God. അവരുടെ ഇച്ഛകളെല്ലാം ദൈവത്തിന്റെ ഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ടിരിപ്പാൻ കൃപ That ചെയ്യണമേ. the Holy Spirit will come and reinforce when their wills are weakened by the will of God, and they would execute the will and the work of God faithfully. അവരുടെ ഹൃദയത്തിന്റെ ഇച്ഛകള് ബലഹീനമാകുന്ന സമയങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ദൈവിക ഹിതങ്ങളെ അവരുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു നൽകി അവരെ നീ ധൈര്യപ്പെടുത്തിക്കൊള്ളണമെന്ന് I പ്രാർത്ഥിക്കുന്നു. pray they would live accountable lives, Lord. കർത്താവേ, കടപ്പാടുള്ള ഉത്തരവാദിത്തമുള്ള ജീവിതം അവർ നയിപ്പാനിടയാകണം. That they will be faithful to their family. അവരുടെ കുടുംബത്തോട് അവർ They വിശ്വസ്തരായിരിക്കട്ടെ. will be faithful to their church. അവരുടെ സഭയോട് അവർ They'll വിശ്വസ്തരായിരിക്കട്ടെ. be faithful to their supervisors and overseers and district pastors. അവരുടെ മുകളിലുള്ള ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സിനോട്, ഓവർസിയേഴ്സിനോട്, നേതൃനിരയിലുള്ളവരോട് അവർ വിശ്വസ്തരായിരിക്കട്ടെ. Lord, I pray that you would protect them from the attacks of the enemy. ശത്രുവിന്റെ എല്ലാവിധമായ ആക്രമണങ്ങളിൽ നിന്നും കർത്താവ് അവരെ പരിപാലിച്ചു കൊള്ളണം. May they grow in your grace, and they grow from grace to grace, from strength to strength, from faith to faith, and Lord, manifest your glory even more. അവരുടെ കൃപയിൽ നിന്ന് കൃപയിലേക്കും വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും ശക്തിയിൽ നിന്ന് ശക്തിയിലേക്കും വളർന്ന് ഓരോ ദിവസവും അങ്ങയുടെ കൃപയെ കൂടുതലായി പ്രതിഫലിപ്പിക്കുവാൻ നിന്റെ കൃപ അവരുടെ മേൽ പകരണമേ. Father, may they prosper in their church planting efforts. അവരുടെ സഭാ സ്ഥാപന ശുശ്രൂഷകളിൽ അവർ അഭിവൃദ്ധി പ്രാപിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. May they prosper in all the duties of the ministry. ശുശ്രൂഷയിൽ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളിലും അവർ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. We bless them in the name of the Father, Son, and the Holy Spirit. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Go in peace, and the God of Israel is with you. സമാധാനത്തോടെ പോവുക, ഇസ്രായേലിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. Amen. ആമേൻ. Would you remain standing for the responsive reading, please? Dear graduates, are you prepared to dedicate every resource God has given you for the sake of His calling to share the generous gift of the salvation of Jesus Christ wherever He sends you? പ്രിയ ഗ്രാജുവേറ്റ്സ്, എവിടെയെല്ലാം ദൈവം നിങ്ങളെ അയക്കുന്നുവോ അവിടെയെല്ലാം യേശുക്രിസ്തുവിൻ്റെ ഔദാര്യമായ രക്ഷ പങ്കുവയ്ക്കുവാൻ ജീവിതത്തിൽ ആത്മാവിൽ മുമ്പോട്ട് ആഞ്ഞുകൊണ്ട് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയത്തെ ബുദ്ധിപൂർവം ഉപയോഗിക്കുമോ? Will you love people who need the gospel as you also love God who sent His Son to give the people eternal life? ക്രൂശിൽ മരണം വരിക്കുന്നതിനുമായി തൻ്റെ പുത്രനെ അയച്ച ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ സുവിശേഷം നൽകുന്ന പ്രത്യാശ ആവശ്യമുള്ള ജനത്തെയും നിങ്ങൾ സ്നേഹിക്കുമോ? Today, the theme of the service of graduation is Press On. The world is full of distractions. Money, fame, positions, and other fleshly desires may allure you to turn back from your calling and commitment. Will you press on to gain Christ at any cost in your life and gain the perishing souls for eternity with Christ? ഇന്നത്തെ ഗ്രാജുവേഷൻ്റെ ചിന്താവിഷയം മുന്നേറുക എന്നതാണല്ലോ. ലോകം നിരവധി ആകർഷണീയതകളാൽ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും
നമ്മെ തെറ്റിക്കുവാൻ ശ്രമിക്കുന്നതാണ് പണം, പ്രശസ്തി, സ്ഥാനമാനങ്ങൾ, ജഡീക ആഗ്രഹങ്ങൾ തുടങ്ങിയവ. പലതും നിങ്ങളെ വിളിയിൽ നിന്നും സമർപ്പണത്തിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചേക്കാം. എന്നാൽ എന്തു വില കൊടുത്തും ക്രിസ്തുവിനെ നേടുവാനും നഷ്ടപ്പെട്ട ആത്മാക്കളെ ക്രിസ്തുവിനോട് കൂടെയുള്ള നിത്യതയ്ക്കായി നേടുവാനും നിങ്ങൾ ആത്മാവിൽ മുന്നേറുമോ? Graduates, please be seated. Faculty, please stand. Will you, as faculty, teachers, mentors, and friends who have guided these graduates, now faithfully uphold them with your love and prayers? അധ്യാപകർ, പരിപോഷകർ, സ്നേഹിതർ എന്നീ നിലകളിൽ ഈ ഗ്രാജുവേറ്റ്സിനെ നയിച്ച നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്നേഹത്താലും പ്രാർത്ഥനയാലും അവരെ വഹിക്കുമോ? Our great faithful God who gives us all things, we thank you for calling your children for your eternal work. We count ourselves privileged to share with them the truths you have revealed to us. Now we send them forth in your name to become faithful stewards of the good news you have entrusted to them. Fill them with your wisdom to shine your glorious gospel so as to best glorify you and advance your kingdom to all of India and beyond. I ask the congregation to please stand. If you look into page 18 of your program sheet, you will find the prayer, page 15, the prayer that we pray as a congregation. Will you do your part to faithfully pray, love, and generously support these graduates as God so leads you? ദൈവം നിങ്ങളെ നയിക്കുന്നതനുസരിച്ച് ഈ ഗ്രാജുവേറ്റ്സിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും സ്നേഹിക്കുവാനും ഔദാര്യമായി കരുതുവാനും നിങ്ങളുടെ പങ്ക് വിശ്വസ്തമായി നിർവഹിക്കുമോ? Let us pray. Our holy and mighty God, you have faithfully answered our prayers by calling these men and women to influence people and nations for Jesus Christ now. In Jesus' name, make them your faithful servants to preach, teach, make disciples, and fulfill your great commission. Show us where we can faithfully use our own time, talents, and treasures in ways that will enable them to best fulfill their calling. You may be seated. Praise the Lord for the beautiful presidential charge and the prayer of commissioning. All of our graduates have done extremely well in their respective subjects, fields, and we are here to congratulate them. This graduation service itself is a testimony of acknowledging what they have accomplished in the past 3, 4, and 5 years of their study here. However, there are only 1 or 2 people who will be awarded the proficiency prizes. Proficiency prizes at India Bible College and Seminary is awarded to the students who complete a 3-year course for BTH or MDiv, or a 4 or a 5-year course for their BD programs. That is how the proficiency award is given to the students. For the academic year 2023-24, the proficiency award for the BD, MDiv, and BTH classes will be announced, and I will request our president, Reverend Dr. T. Walson Abraham, to kindly come forward to give away the awards. The academic proficiency award for the year for the graduate of 2024 for the BD class goes to Brother Blessin Benny. Let's put our hands together and clap for him. Yes.
Your hard work has been recognized, dear Blesson. Now, the Academic Proficiency Award for the MDiv program for this year goes to Miss Sagima S. Sagima is from Kanyakumari district, came here after her graduate program, and we know that this is a recognition of your sincere hard work and efforts, dear Sagima. The Academic Proficiency Award for the Bachelor of Theology program, BTH English, goes to Brother Manish Das from West Bengal. This award is a mere token of recognition, but the real treasure is your hard work and commitment. I now call Mrs. Annie Jacob to come forward. Every year we award the Pastor P.T. Charco Award for the student with the spirit of evangelism. India Bible College and Seminary focuses not only on the academic learning but also on the practical application of what is being taught in the classrooms. Pastor P.T. Charco, our maternal grandfather, was a great personal evangelist, and this award is instituted in his memory. The Pastor P.T. Charco Award for the student with the spirit of evangelism for the academic year 2023-24 goes to Brother Sabin P. Sunny. Brother Sabin is alone in the faith from his family. He has many exceptional qualities apart from his studies, preaching, speaking in open-air meetings, and this is a recognition of that, yes. May I now request Mrs. Lally Abraham to kindly come forward for the next, to give away the next award. India Bible College and Seminary gives equal importance to character formation, to spiritual formation, as well as we look at the all-round contribution of an individual during his or her period of study. This year's Pastor K.E. Abraham Award for the best outgoing student, to say the star of the day or the academic year, the award goes to Brother Samuel B. George. Brother Samuel B. George served as the student leader this last academic year. Congratulations, dear Samuel. Yes. Thank you, Mrs. Lally Abraham. I now call upon Lieutenant Colonel V.I. Luke to kindly come forward. IBC also has a tradition of recognizing faculty who contribute tirelessly to training and mentoring the students, and this year's recognition awards will be announced by Colonel Luke. I will request our President, Dr. Wilson Abraham, to kindly come forward and give away the awards. I shall request Pastor P.A. Matthew to please come forward and receive this award, which I shall be reading out from the plaque. And it's the teacher that makes the difference, not the classroom, is the caption. Our appreciation to Pastor P.A. Matthew for teaching the Bible at Hebron Bible College and India Bible College and Seminary since 1989. You were mentor and motivator to many young lives. You taught with clarity and diligence and meek persuasion.
Thank you for training future church leaders to have a firm grasp of the word. Thank you for equipping them to preach with sound doctrine. Thank you for empowering them to refute those who contradict the word. We pray that you will live joyfully for the praise of God's glorious grace. Signed by Pastor Dr. T. Wilson Abraham, the President, and Reverend Dr. Saju Joseph, the Principal, on the 18th of March 2024. Instruct the wise, and they will be wiser still. Teach the righteous, and they will add to their learning. Proverbs 9, verse 9. The next award is for Pastor P.J. Daniel, who unfortunately is not here for very personal reasons. So anyway, this award shall be presented to him in his absence to Pastor D. Samkuti. Would you please come forward and receive it on behalf of Pastor P.J. Daniel? What the teacher is more important than what he teaches. Our appreciation to Pastor P.J. Daniel for using your gift of teaching at the Hebron Bible College and India Bible College and Seminary since June 1993. You equipped and established each student in the Word. You enhanced each student's God-given gift. You disciplined and shaped each student's life towards Christian ministry. Thank you for maintaining your enthusiasm to teach every year. Thank you for faithfully handing over to the next generation what you received as a student. Thank you for raising many who are in the service of the Lord today. We pray that you will live joyfully for the praise of God's glorious grace. Signed by Reverend Dr. T. Wilson Abraham, President, and Reverend Dr. Saju Joseph, the Principal, on the 18th of March 2024. Instruct the wise, and they will be wiser still. Teach the righteous, and they will add to their learning. Proverbs chapter 9, verse 9. We would like to ask Pastor K.V. Chaco if you would come forward. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ വി ചാക്കോ അവറുകൾ ഈ സമയത്ത് മുൻപോട്ട് വന്നാട്ടെ. Pastor K.V. Chaco served as the principal of Zion Bible College in Malapalli, and we want to express our deep appreciation to Pastor K.V. Chaco and the management of Zion Bible College. And it says, we express our gratitude for your kindness in donating valuable books from your library to India Bible College and Seminary, Kumbanad, Kerala in July of 2023. മല്ലപ്പള്ളിയിലുള്ള സിയോൻ ബൈബിൾ സ്കൂളിൻ്റെ പ്രസിഡൻ്റായിട്ട് ആ ശുശ്രൂഷകൾക്ക് ശക്തമായ നേതൃത്വം നൽകിയ കർത്താവിൻ്റെ ദാസനാണ് പാസ്റ്റർ കെ വി ചാക്കോ അവറുകൾ. ആ സ്ഥാപനത്തിൻ്റെ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്ന ബൈബിൾ കോളേജിൻ്റെ ലൈബ്രറി മുഴുവനായിട്ട് ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിക്ക് സംഭാവനയായിട്ട് നൽകുവാനിടയായി. They gave more than 1,050 valuable books to India Bible College and Seminary's library. ഏകദേശം 1050-ലധികം പുസ്തകങ്ങൾ ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയുടെ ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി സംഭാവന ചെയ്യുവാനിടയായി. We thank God for the decades of relationship that the Abraham family has enjoyed with your beloved father, late Pastor George Varghese, and your family and your institution. കർത്തദാസിന്റെ പിതാവ് പാസ്റ്റർ ജോർജ് വർഗീസ് അവറുകളുമായിട്ട് എബ്രഹാം കുടുംബം
നിരന്തരമായ ദശകങ്ങളായി പുറത്തു വരുന്ന അനുഗ്രഹീതമായ ആത്മീക ബന്ധത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. God bless and reward you for your manifold kindness to this institution. ഈ സ്ഥാപനത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിലുള്ള പങ്കാളിത്തത്തിനായി, സ്നേഹത്തിനായി, ആദരവുകൾക്കായി നന്ദി അറിയിക്കുന്നു. Both the principal, Dr. Sajid Joseph, and I have signed, and we are grateful that you have blessed us, and pray God to bless you and reward you manifold. പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാനും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഡോക്ടർ സാജു ജോസഫും ഇതിൽ സൈൻ ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള നാളുകളിൽ ശക്തമായി കർത്താവിന്റെ ദാസനെ തുടർന്നും ദൈവം അനുഗ്രഹിക്കട്ടെ. He will share words of blessing a little later on. ചില നിമിഷങ്ങൾക്ക് ശേഷം കർത്താവിന്റെ ദാസൻ ആശംസ വചനങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കും. Praise God. Hallelujah. What a blessed opportunity it is for us to be part of this blessed service. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയുടെ പങ്കാളികളാകുവാൻ ദൈവം നമുക്ക് തന്ന ഈ നല്ല അവസരത്തിനായി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. Hallelujah. Hallelujah. Let's also glorify God by offering from our material blessings. നമ്മുടെ ഭൗതിക നന്മകളിൽ നിന്ന് കർത്താവിനെ കൊടുക്കുവാൻ, സുവിശേഷ വേലയിൽ പങ്കാളികളാകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. I request Brother Santosh Adur to please come forward and sing. As he sings, our shares will come and you offer wholeheartedly to the Lord. കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി നല്ല മനസ്സോടെ നമുക്ക് കൊടുത്ത് അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യേശുനാഥൻ ഏവർക്കുമായി മരിച്ചിരിക്കെ ജീവിക്കുന്നോരിനി തങ്ങൾക്കല്ല ജീവനെ തന്നോനായി ജീവിക്കണം. ആയിരമായിരമായി ജനങ്ങൾ പായുന്നു നാശത്തിൻ പാതകളിൽ. പോകൂ നീ സ്നേഹത്തിൻ വാർത്ത ചൊല്ലാൻ, പോകൂ വിമോചനം പോഷിക്കുവാൻ. ആരെ ഞാൻ വേലയ്ക്കയച്ചിടേണ്ടു, ആരുണ്ടെനിക്കായി പോയിടുവാൻ.
വീടുകൾ താഴ്വരകൾ പോകുക ലോകത്തിനറ്റത്തോളം ജാതികളെയൊക്കെ ശിഷ്യരാക്കാം ഈ ലോകമുക്തിനെ നേടിയാലും ഈ ലോകം നിൻ കീർത്തി പാടിയാലും ആറടി മണ്ണിൻ്റെ അപ്പുറത്തെ യാവില്ല ഇവയൊന്നും കൊണ്ടുപോകാം ആരെ ഞാൻ വേലയ്ക്കയച്ചിടുന്നു